ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കിന്നൊരു ഭാരത് ബെൻസ് ടോസിൻ്റെ കൂളിംഗ് ഓയിൽ അഴിച്ച് ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡാഷ് മൊത്തം അഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗം അഴിക്കണം. അതുമല്ലിക്ക് വരുന്ന എയറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കേബിളുകളാണ്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വിടിയിക്കണം. ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് വിടിയിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്താണ് 2 പീസായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു ബീഡിങ് ഉണ്ട്. അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലെ ഡാഷിൻ്റെ പിടുത്തം ഒരു 4 ഫ്ലവർ സ്ക്രൂ വരുന്നുണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 2 അറ്റത്ത് ഇതാണ്. അതിനകത്ത് 4 അഴിക്കണം. പിന്നെ ഈ സൈഡിലെ റൈറ്റ് സൈഡിൽ നമ്മൾ ആ ചെറിയ അല്ലെങ്കിൽ ഫ്ലവർ സ്ക്രൂകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവർ സ്ക്രൂ വരുന്നുണ്ട്. ഇതഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പില്ലർ കവർ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഡാഷ് സിമ്പിളായിട്ട് പോരുള്ളൂ. ഈ ക്ലസ്റ്ററിൻ്റെ അവിടെ തന്നെ കവർ നമുക്ക് വരുന്നതാണ്. ഈ സ്ക്രൂ ഒക്കെ അഴിക്കണം. ക്ലസ്റ്ററിൻ്റെ അടുത്ത് അത് കഴിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ചെയ്യാം. ആ സോക്കറ്റുകളൊന്നും മാറാതിരിക്കാനായിട്ട്. ഈ ഒരു സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഡോറിൻ്റെ അവിടെ വരുന്ന പാഡും അതഴിക്കണം. അതേ തന്നെ പില്ലർ കവറിൻ്റെ ഒരു ക്യാപ്പ് ഒരു മറ്റേ ഉള്ളിൽ സ്ക്രൂ ഉണ്ട്. അത് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ പില്ലർ കവർ ചെയ്യുക. ഡാഷ് സിമ്പിളായിട്ട് പോയി. ടോപ്പിലെ ഡാഷിൻ്റെ ഭാഗം പോയതിന് മുമ്പ് അടിയിലത്തെ ഒരു 3 പീസ് ഉണ്ട്. ഡാഷിൻ്റെ ഭാഗമുണ്ട്. അത് ആദ്യം അഴിച്ച് മാറ്റേണ്ടതുണ്ട്. കണ്ട, അങ്ങനെ അഴിക്കാം. സീറ്റ് ലാമ്പിൻ്റെ കണക്ഷനാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി വേണം ഊരി മാറ്റാൻ. അതിനുശേഷം ടോപ്പിലെ ഡാഷിൻ്റെ പിടുത്തം ഈ അടിയിലെ പീസുകൾ ഊരി മാറ്റുമ്പോൾ അവിടെയും വരുന്നുണ്ട് സ്ക്രൂകൾ. ഫ്ലവർ സ്ക്രൂകൾ അഴിക്കണം. നക്കി കവർ കൊണ്ട് മാറ്റാം. അപ്പോൾ ടോപ്പിലെ ഡാഷ് മൊത്തത്തിൽ നമ്മൾ അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇനി വേണ്ട എയർ കൗള്. എയർ ഓരോ ഭാഗത്തേക്കാണ് കൗളുകൾ നമ്മൾ ഡക്റ്റ് ചെയ്ത് പോകുന്ന പൈപ്പ് നമുക്ക് ഊരി മാറ്റണം. അതിനായിട്ട് 2 സ്ക്രൂ കൂടെ വരും. ഇതിവിടെ ലോക്കാണ്. വിരിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം പോലും, അതുപോലെ തന്നെ ഈ സൈഡിലത്തെയും. അത് വിടിച്ചതിന് ശേഷം ഈ ഒരു പട്ട നമുക്ക് അഴിക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ അപ്പുറത്ത് വരുന്ന എയറിൻ്റെ ഭാഗത്തിന് ഈ കൗളും ഊരണമെങ്കിൽ ഈ പട്ട ഊരിയാൽ ഒരു ലോഡ് സ്ക്രൂ വരും. ഈ ലോക്ക് തിക്കി കഴിഞ്ഞാൽ നമുക്കിത് പൊക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ ഒരു പട്ട എടുത്ത് നമ്മൾ അഴിച്ച് മാറ്റണം. ഈ ഒരു ഭാഗം അഴിച്ച് കഴിഞ്ഞാൽ ഡാഷ് പോലും. ഇതിപ്പോൾ കൂളിംഗ് ഓയിലിൻ്റെ കേസിൻ്റെ പിടുത്തമാണ് കാണുന്നത്. അടിയിലുണ്ട്. ഇതാക്കാണ് ഒരു പിടുത്തം വരും. അതുപോലെ തന്നെ ഇവിടെ ഒരു പിടുത്തമുണ്ട്. ഡ്രൈനേജ് ഹോസ് ഉണ്ട്. ഇവിടെ ഒരു പിടുത്തമുണ്ട്. ഡ്രൈനേജ് ഹോസും പയ്യെ പിടിക്കണം.
അതിന് ശേഷം നമുക്ക് അപ്പുറത്ത് ഹീറ്ററിൻ്റെ കണക്ഷനും കൂളിംഗ് കോയിലേക്ക് വരുന്ന പൈപ്പിൻ്റെ കണക്ഷനും ഫ്ലവർ സ്കോപ്പ് തന്നെയാണ്, അത് ഊരി മാറ്റണം. അതിനായിട്ട് ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് നമ്മൾ ഒന്നില്ലെങ്കിൽ മെഷീൻ വെച്ചിട്ട് വലിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തുറന്നു കളയേണ്ടി വരും. ഇത് നമ്മൾ കൂളിംഗ് കോയിലേക്കുള്ള AC-യുടെ ഗ്യാസിൻ്റെ പൈപ്പിൻ്റെ പിടുത്തവും ഹീറ്ററിൻ്റെ പൈപ്പിൻ്റെ പിടുത്തവും നമ്മൾ അഴിക്കണം. അതിന് ശേഷം നമുക്ക് കൂളിംഗ് കോയിൽ നമുക്ക് ഊരെടുക്കാവുന്ന കേസ് മൊത്തത്തിൽ നമുക്ക് ഊരെടുക്കാം. ഇതാണ് നമ്മളുടെ കൂളിംഗ് കോയിലിൻ്റെ കേസ്. മുകളിലൊരു പീസ് നമുക്ക് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ കൂളിംഗ് കോയിൽ നമുക്ക് പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് രണ്ടാമത് തിരിച്ച് കയറ്റാവുന്നതാണ്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.